ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീദെ മിനിസ്ട്രി ഒരുക്കുന്ന ബെത്ലഹേം എന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ വീടുകളിലും മറ്റും നമ്മൾ തൂക്കിയിടാറുണ്ട് നക്ഷത്രം. ഈ നക്ഷത്രത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയും? ജ്ഞാനികളുടെ മുന്നിൽ ദൈവം കൊടുത്ത അടയാളമാണ് ഈ നക്ഷത്രം. പക്ഷെ ഇത് കണ്ടിട്ടും ആ ജ്ഞാനികൾ വഴിതെറ്റി ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറി ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അവർക്കൊരു അവസരം കൊടുക്കണില്ല എന്ന് നക്ഷത്രം തീരുമാനിച്ചില്ല, അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചില്ല. ദൈവം തന്റെ സ്വഭാവം ആ നക്ഷത്രത്തിലൂടെ കാണിക്കുകയാണ്. അതായത് വഴിതെറ്റിപ്പോയി അവർക്ക് വീണ്ടും അവസരം കൊടുക്കുകയാണ്. പുൽക്കൂടിന്റെ കാലിത്തൊഴുത്തിന്റെ മുന്നിലെത്താനായിട്ട് വീണ്ടും ഒരു അവസരം കൂടെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ മുഴുവൻ വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ തന്നോട് മറുതലിക്കുന്ന ജനത്തിന് ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വചനങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. മുന്തിരിത്തോട്ടത്തിലെ ഫലം പറിക്കാനായിട്ട് വരുന്ന യജമാനൻ വീണ്ടും വീണ്ടും ആളുകളെ അയക്കുന്നത്, അതായത് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. ആ ഒരു സ്വഭാവം തന്നെയാണ് ഈ നക്ഷത്രത്തിനും ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നക്ഷത്രത്തിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് തെറ്റ് ചെയ്തവരോട്, നമ്മെ വേദനിപ്പിച്ചവരോട് അവർക്കൊരു അവസരം കൂടെ കൊടുക്കുക. അവരെ ഒന്നും കൂടെ ചേർത്ത് പിടിക്കുക. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ, ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്നത് പോലെ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്താനായിട്ട് ഈ ക്രിസ്തുമസ് ദിവസത്തിൽ നമുക്ക് പരിശ്രമിക്കാം. നല്ലൊരു ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.